മലയാറ്റൂരിൽ തീർത്ഥാടന പാതയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം. 1-ാം സ്ഥലത്തും 4-ാം സ്ഥലത്തുമാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചത്. തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്. ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു. വിശദാംശങ്ങൾ വൈശാഖ് ഒമാട്ടിൽ നൽകും. വൈശാഖ്, ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. കാട്ടാനക്കൂട്ടം സ്ഥലത്ത് തുടരുന്നുണ്ടോ? എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്? ഇല്ല, ഇപ്പോഴും കാട്ടാനക്കൂട്ടം അവിടെ തന്നെ തുടരുകയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ തീർത്ഥാടകർക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. താഴെ നിന്ന്, അടിവാരത്ത് നിന്ന് മുകളിലേക്ക് മല കയറാൻ ഇപ്പോൾ നിലവിൽ ആളുകളെ, തീർത്ഥാടകരെ അനുവദിക്കുന്നില്ല. അടിവാരത്ത് തന്നെ തുടരുമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടാതെ മുകളിൽ നിന്നും മല ഇറങ്ങി വരുന്നവർ, അവർ 1-ാം സ്ഥാനത്തിന് മുൻപ്, നേരത്തെ 1-ാം സ്ഥാനത്ത് വന്നതോടൊപ്പം തന്നെ 4-ാം സ്ഥലത്തും ആനകളെ കണ്ടിരുന്നു. ഇപ്പോൾ നിലവിൽ 1-ാം സ്ഥലത്താണ്, ആ ഭാഗത്താണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ 1-ാം സ്ഥലത്തിന് മുകളിൽ മല ഇറങ്ങുന്നവർ നിലയുറപ്പിക്കണമെന്നാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആനയെ അവിടെ നിന്നും തുരത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആന അവിടെ നിന്ന് മാറിയതിനു ശേഷം മാത്രമേ തീർത്ഥാടകരെ മുകളിലേക്കും പിന്നീട് താഴേക്കും വിടുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അല്പസമയം, ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് ഈ കാട്ടാനക്കൂട്ടത്തെ മല കയറുന്ന തീർത്ഥാടകർക്കാണ് നമ്മുടെ ഓഫീസിൽ നിന്ന് ജെയിംസ് ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട്. അവർ പോയപ്പോഴാണ് അവരുടെ ആ പാതയ്ക്ക് സമീപം തന്നെ ഈ 3 കാട്ടാനകൾ 1-ാം സ്ഥലത്ത് നിലയുറപ്പിച്ചായി കണ്ടിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ അത് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഈ കാട്ടാനകളെ വനത്തിലേക്ക് വിടാനുള്ള ശ്രമത്തിലാണ്. ഒപ്പം തന്നെ ഈ പാതയ്ക്കും ഇടയിൽ സൗരോർജ്ജ വേലികൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആന അങ്ങോട്ട് കയറാനുള്ള ശരി വൈശാഖ്, മലയാറ്റൂരിൽ തീർത്ഥാടന പാതയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം.